യു.ഡി.എഫിൻ്റെ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രചരണം എൽ.ഡി.എഫ് ബി.ജെ.പിയുമായി അന്തർധാര ഉണ്ടാക്കിയിരിക്കുന്നു എന്നതായിരുന്നു. എന്നാൽ അതിൻ്റെ നിജസ്ഥിതി ഇപ്പോൾ കുറേശ്ശെയായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. വോട്ട് എണ്ണി കഴിയുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരും എന്നത് നമുക്ക് മനസ്സിലാക്കാം. കോഴിക്കോട് ജില്ലയിലെ നാദാപുരം, വടകര നിയോജക മണ്ഡലങ്ങളിൽ യു.ഡി.എഫിന് വേണ്ടി വോട്ട് മറച്ചു നൽകിയതിൻ്റെ പേരിൽ ബി.ജെ.പിയുടെ 7ഓളം പ്രാദേശിക നേതാക്കളെ സംഘടനയിൽ നിന്ന് ഇപ്പോൾ പുറത്താക്കിയിരിക്കുകയാണ്. അങ്ങനെയൊരു വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത്. നേരത്തെ കോഴിക്കോട് ജില്ലയിലെ വടകര പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ കോലി സഖ്യം ഉണ്ടായത് നമുക്ക് അറിയുന്നതാണ്. ആ സഖ്യത്തെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ വിജയിച്ചത്. അതേ മണ്ണിലാണ് ഇത്തരമൊരു കൂട്ടുകെട്ട് ബി.ജെ.പിയിലെ ഒരു വിഭാഗത്തെ യു.ഡി.എഫിൻ്റെ ഭാഗമായി ചേർത്ത് നിർത്തി പ്രവർത്തിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം പുറത്തു വന്നിട്ടുണ്ട്. ഷാഫി പറമ്പിലും പാറക്കൽ അബ്ദുള്ളയുമാണ് ഇത്തരം ഒരു ഡീലിന് നേതൃത്വം നൽകിയത് എന്ന വാർത്തയാണ് പുറത്തു വന്നത്. മാത്രമല്ല, ഇതിനെ തുടർന്ന് ഈ മേഖലയിൽ സംഘർഷങ്ങൾ കുത്തിപ്പൊക്കാനുള്ള പരിശ്രമങ്ങളും നടന്നു വരികയാണ്. എൽ.ഡി.എഫ് പ്രവർത്തകർക്കെതിരെ കടന്നാക്രമിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ വെളിച്ചത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ബോംബ് ശേഖരം തന്നെ കണ്ടെത്തുന്ന സ്ഥിതി ഉണ്ടായി. അത് പിടിച്ചെടുക്കുന്ന നിലപാട് സ്വീകരിച്ചു. ഇത്തരം നിലപാടുകളെ തടയുന്നതിന് പോലീസിനെ കടന്നാക്രമിക്കുകയും തടയുകയും ചെയ്യുന്ന സമീപനമാണ് ബോധപൂർവം ആ മേഖലയിൽ യു.ഡി.എഫുകാർ, പ്രത്യേകിച്ച് ലീഗുകാർ ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ മേഖലയിലെ യു.ഡി.എഫിൻ്റെ പ്രചാരവേലകളെ പ്രതിരോധിക്കാനും പ്രകോപനങ്ങളിൽ വീണുപോകാതെ വളരെ ശ്രദ്ധയോടുകൂടി ആത്മസംയമനം പാലിച്ച് പാർട്ടി പ്രവർത്തകർ ഉണ്ടായ പ്രശ്നങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കണം എന്നാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും സംഘർഷമുണ്ടാക്കാനുള്ള ശ്രമം സംഘപരിവാർ വിഭാഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്തുണ്ടായ സംഭവങ്ങൾ ഇപ്പോഴും വാർത്താമാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അവിടെ പോലീസിനെ ആക്രമിക്കാനും പോലീസുകാരൻ്റെ തല വെട്ടിപ്പൊളിക്കാനും ഒക്കെ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ, അതിനെതിരായിട്ടുള്ള കേസുകൾ രൂപപ്പെടുമ്പോൾ പോലീസിനെ നിർവീര്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ മുൻ DGP-മാരായ സെൻകുമാറും അതുപോലെ തന്നെ ശ്രീരേഖയും ഉൾപ്പെടെയുള്ളവർ നടത്തിയിട്ടുള്ള പ്രസ്താവനകളും അവർ നേതൃത്വം കൊടുത്ത് നടത്തിയിട്ടുള്ള മുദ്രാവാക്യ പ്രചരണങ്ങളുമെല്ലാം കേരളം ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇത്തരം ഭരണ സംവിധാനത്തെ നിർവീര്യമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം എല്ലാ കാലത്തും വർഗീയ ശക്തികൾ
നടത്തിയിട്ടുള്ള ഒന്ന് തന്നെയാണ്. വർഗീയ ധ്രുവീകരണത്തിനെതിരായി പ്രതിരോധം തീർത്തുകൊണ്ടുള്ള എല്ലാ ജനങ്ങളുടെയും യോജിച്ച പ്രവർത്തനം ഇതിൻ്റെ ഭാഗമായി ഉണ്ടാവണം എന്നാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്. വർഗീയ ധ്രുവീകരണ പ്രവർത്തനങ്ങളെ മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ജനതയാകെ ഒറ്റക്കെട്ടായി എതിർക്കേണ്ടതായിട്ടുണ്ട് എന്നും ചൂണ്ടിക്കാണിക്കുക.